വ്യാഴാഴ്ച പകലോ വെള്ളിയാഴ്ച ജുമുഅക്ക് മുമ്പോ ആയി നഖം മുറിക്കൽ പ്രത്യേകം സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റെല്ലാ കർമ്മത്തിലെയും പോലെ നഖം മുറിക്കുമ്പോഴും വലതു ഭാഗത്തെ മുന്തിച്ചിരുന്നു. വലതു കൈയിൻ്റെ ചൂണ്ടുവിരലിൽ തുടങ്ങി നേരെ ചെറുവിരൽ വരെ, പിന്നെ തള്ളവിരൽ. ആറാമതായി ഇടതു കൈയിൻ്റെ ചെറുവിരലിൽ തുടങ്ങി നേരെ തള്ളവിരൽ വരെ. ഇത് കഴിഞ്ഞതിന് ശേഷം കാല് വലതു കാലിൻ്റെ ചെറുവിരലിൽ തുടങ്ങി ക്രമമായി ഇടതു കാലിൻ്റെ ചെറുവിരൽ വരെ. ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട നബവി റളിയല്ലാഹു അൻഹു ഒക്കെ നഖം മുറിക്കുന്ന രീതി പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച നേരത്തെ നല്ല എണ്ണ തേച്ച് കുളിച്ച് നേരത്തെ തന്നെ പള്ളിയിലേക്ക് പോകൽ പ്രത്യേകം സുന്നത്താണ്. പോകുന്നത് സമാധാനത്തോടുകൂടെ മറ്റു സംസാരങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് പള്ളിയിലേക്ക് പോകേണ്ടത്. പോകുന്നത് കുറച്ച് ദൂരമുള്ള വഴിയിലൂടെയാകലും തിരിച്ചു വരുമ്പോൾ പെട്ടെന്നെത്തുന്ന മറ്റൊരു വഴിയിലൂടെ ആവലും സുന്നത്തുണ്ട്. വിദൂരമുള്ള വഴിയെന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ ചവിട്ടടിക്കും നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടും, അള്ളാഹുവിൻ്റെ അടുത്ത് കൂലി കൂടുതലാവുകയും സ്ഥാനം ഉയരുകയും ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സുന്നത്ത് പറയാൻ കാരണം. അതുപോലെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക, ഇക്താർ സ്വലാഹ്, ഏറ്റവും പ്രധാനപ്പെട്ട വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ചെയ്യേണ്ട ഒരു അമലാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലുക. എല്ലാ ദിവസവും ചൊല്ലേണ്ടതാണ്. എന്നാൽ വെള്ളിയാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞ ദിവസമായതുകൊണ്ട് അന്ന് കൂടുതൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. അങ്ങനെ സ്വലാത്തിലും അൽ കഹ്ഫ് പാരായണത്തിലുമൊക്കെയായി ഇമാം ഖുതുബ ഓതുന്നതിന് വേണ്ടി മിമ്പറിൽ കയറുന്നത് വരെ നമ്മൾ ശീലമാക്കുക. അത് കഴിഞ്ഞ് മിമ്പറിൽ കയറിക്കഴിഞ്ഞാൽ സ്വലാത്തും അൽ കഹ്ഫുമൊക്കെ നിർത്തി ഇമാമിൻ്റെ ഖുതുബയിൽ മാത്രം ശ്രദ്ധിക്കുക. പിന്നെ ആ സമയത്ത് സ്വലാത്തും ദിക്റും ഖുർആനുമൊക്കെ നിർത്തണമെന്ന് പറയുമ്പോൾ സംസാരിക്കരുത് എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. സംസാരിച്ചു കഴിഞ്ഞാൽ ഫഖദ് ലഗാ, ജുമുഅ ബാത്തിലായിപ്പോയി, ജുമുഅയുടെ ഒരു ശ്രേഷ്ഠതയും അവന് ലഭിക്കുകയില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം.